إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു നാം ഏവരെയും പരിപൂർണമായ നിലയിൽ സ്വീകരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്, ശഅബാനിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏതാനും കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും ശ്രേഷ്ഠതയും പവിത്രതയും മഹത്വമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, ഏറ്റവും മഹത്വമുള്ളത്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. അത് ജുമുഅ ദിവസമാണ്, അത് ജുമുഅ ദിവസമാണ്. ഈ ജുമുഅ ദിവസത്തിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലാകുന്ന ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ദുആ സ്വലാത്തുകൾ അധികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. സ്വലാത്തുകളൊക്കെ ധാരാളമായി ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള കർമ്മമാണ്. അതുകൊണ്ട് ധാരാളമായി സ്വലാത്തുകൾ സലാമുകളൊക്കെ ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കബറിടത്തിൽ പോയി ദുആ ചെയ്യലും പ്രത്യേകം സുന്നത്തുള്ളതാണ്. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പ്രത്യേകമായി പറയാനുള്ളത്, ആദ്യകാലത്തെ സ്വഹാബാക്കൾ എങ്ങനെയായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലെ സ്വഹാബാക്കൾ എങ്ങനെയായിരുന്നെന്നറിയോ? വെള്ളിയാഴ്ച ദിവസമാണെന്നറിഞ്ഞാൽ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണെന്നറിഞ്ഞാൽ, ദിവസത്തിന്റെ നേതാവായ വെള്ളിയാഴ്ചയാണിന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയെന്നറിയോ? അവർ നേരത്തെ കുളിച്ച് നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നേരത്തെ റെഡിയായിട്ട് അവർ നേരത്തെ തന്നെ പള്ളിയിലേക്ക് അവർ കടന്നു ചെല്ലും. തീർന്നില്ല, അവർ നേരത്തെ തന്നെ പള്ളിയിൽ ചെന്നിട്ട് ഇപ്രകാരം അവരിങ്ങനെ പാടുമായിരുന്നു. എന്തെന്നറിയോ അവർ പാടിയത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അദീമി. സ്വഹാബാക്കൾ ഇപ്രകാരം പാടുമായിരുന്നു: ഇലാഹി, എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, ലസ്തു ഞാനല്ല ലിൽ ഫിർദൗസി അഹ്ലാ, അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്യുന്ന സ്വർഗത്തിൽ കടക്കാനുള്ള അർഹത എനിക്കില്ല. സ്വർഗത്തിൽ കടക്കാനുള്ള അർഹത എനിക്കില്ല. മാത്രമല്ല, വലാ അഖ്വാ അലാ നാരി ജഹീമി,
നരകത്തിലെ കത്തിയാളുന്ന നരകം, കത്തിയാളുന്ന നരകത്തിന്റെ കത്തിയാളുന്ന തീ, ആ തീന്റെ ചൂട് സഹിക്കാനുള്ള കൽപ്പ്, ആ ചൂട് സഹിക്കാനുള്ള കഴിവ്, കൂവത്ത്, ശക്തി എനിക്കില്ല. സ്വർഗത്തിൽ കടക്കാനുള്ള അർഹതയും എനിക്കില്ല. നരകത്തിലെ ചൂട് താങ്ങാനുള്ള ശേഷിയും എനിക്കില്ല. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണേ. സ്വഹാബാക്കൾ നേരത്തെ തന്നെ പള്ളിയിൽ ചെന്ന് കരഞ്ഞ് 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 പൊട്ടി പൊട്ടി കരഞ്ഞ് കരഞ്ഞ് പ്രകാരം ബൈത്തുകൾ പാടുമായിരുന്നു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി. റബ്ബേ, എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്, എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു അല്ലാഹ്, ഞാൻ പശ്ചാത്തപിച്ച് നിന്നിലേക്ക് മടങ്ങുന്നു റബ്ബേ. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അദീമി. നീ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണല്ലോ അല്ലാഹ്, നിങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ് എന്ന് പ്രകാരം സഹാബാക്കൾ ഇങ്ങനെ ബൈത്തുകൾ പാടുമായിരുന്നു. അല്ലാഹ് അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ജുമുഅ നമസ്കാരത്തിൽ നമ്മൾ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകണം. അതല്ലാതെ ഇമാം അവിടെ കൈകെട്ടി ഫാത്തിഹ ഊതുമ്പോഴേക്കും കയറി ചെന്ന് ഊതോടത്ത് കയറി ചെല്ലതല്ല. നമ്മുടെയൊക്കെ ചിന്ത എന്താ? നമ്മുടെയൊക്കെ ചിന്ത ജുമുഅ 2 റക്അത്താണെന്നാണ്. ജുമുഅ 2 റക്അത്താണോ സഹോദരങ്ങളെ? ജുമുഅ 2 റക്അത്തല്ല സഹോദരങ്ങളെ. ഇമാം മിമ്പറിൽ കയറി ഖുതുബ പറയാറുണ്ടല്ലോ. ഖുതുബയിൽ പ്രകാരം എല്ലാ ഇമാമിങ്ങളും പറയലുണ്ട്, അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അതൈൻ മിനൽ ഫർദ്. പറയാറുണ്ട്, അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അതൈൻ മിനൽ ഫർദ്. ഖുതുബ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖുതുബയുടെ ഇടയിൽ സംസാരിക്കല്ലേ എന്നും പറയാറുണ്ട്. മാത്രമല്ല, അൽ ഖുതുബത്തു, ആ ഖുതുബ എന്ന് പറഞ്ഞാൽ തഖൂമു, ആ ഖുതുബ നിൽക്കുന്നതാണ്. അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അതൈൻ മിനൽ ഫർദ്. ഫർദ് നമസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്തിന്റെ സ്ഥാനത്താണ് ഖുതുബ നിൽക്കുന്നത്. ഫർദ് നമസ്കാരത്തിന് 2 റക്അത്തിന് എത്ര ശ്രേഷ്ഠതയുണ്ടോ അത്ര ശ്രേഷ്ഠതയും ഈ ഖുതുബക്കുണ്ട്. പരിശുദ്ധമായ ആ ഖുതുബ ഉണ്ടല്ലോ, അത് കേൾക്കണം എന്റെ ഉമ്മമാരെ, അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ. ജുമുഅ എന്ന് പറഞ്ഞാൽ 4 റക്അത്താണ്. 2 റക്അത്ത് നമസ്കാരവും ബാക്കി ആ 2 റക്അത്ത് ഖുതുബയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അങ്ങനെയല്ലേ സഹോദരങ്ങളെ നബിതങ്ങൾ പഠിപ്പിച്ചത്? അതുകൊണ്ട് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, ഇനി ആരെങ്കിലും മനഃപൂർവ്വം ജുമുഅ നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു കാരണവും കൂടാതെ മനഃപൂർവ്വം അതിനെ അവഹേളിച്ചുകൊണ്ട് പരിശുദ്ധമായ ജുമുഅ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തബഅല്ലാഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയം അല്ലാഹു സീൽ വെക്കുന്നതാണ്. അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കുന്നതാണ്. അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കുന്നതാണ്. റബ്ബേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്.